പാലക്കാട് സ്വദേശിനിയായ 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മരണം നമ്മെ നടുക്കിയ ഒന്നാണ്. കർണാടകയിലെ ചിക്മംഗളൂരുവിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയതായിരുന്നു ശ്രീനന്ദയും കുടുംബവും. ഏപ്രിൽ 7-ന് മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം വെച്ചാണ് പെൺകുട്ടിയെ കാണാതാകുന്നത്. 3 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഏപ്രിൽ 10-ന് പെൺകുട്ടിയുടെ മൃതദേഹം വനത്തിനുള്ളിൽ കൊക്കയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതൊരു അപകട മരണമാണോ അതോ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ കുടുംബം സംശയം പ്രകടിപ്പിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അഭാവവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ സംഭവം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷയെക്കുറിച്ചും കുട്ടികളുടെ ജാഗ്രതയെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളും കാണാതാകുന്നുണ്ട്. കേരളം പോലുള്ള ഒരു സാക്ഷരതയുള്ള സംസ്ഥാനത്തും ഈ പ്രവണത വർദ്ധിക്കുന്നത് സമൂഹത്തിന്റെ സുരക്ഷാ ബോധത്തിന് നേരെ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയും കേരള പോലീസിന്റെയും കണക്കുകൾ പ്രകാരം തിരോധാന കേസുകളിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2023 മുതൽ 2025 വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിലുടനീളം പ്രതിവർഷം ശരാശരി 4 ലക്ഷത്തിലധികം സ്ത്രീകൾ കാണാതാകുന്നു. ഇതിൽ ഭൂരിഭാഗവും 18 മുതൽ 35 പ്രായപരിധിയിലുള്ളവരാണ്. കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023-ൽ 11,760 കേസുകളും 2024-ൽ 11,897 കേസുകളും 2025-ൽ 11,139 കേസുകളും 2026 ജനുവരി വരെ ഏകദേശം 891 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കാണാതാകുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം പെൺകുട്ടികളാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രധാന കാരണങ്ങൾ, അതായത് ഇങ്ങനെയുള്ള തിരോധാനങ്ങളുടെ പ്രധാന കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യക്കടത്ത്, ലൈംഗിക ചൂഷണത്തിനും നിർബന്ധിത ജോലിക്കുമായി സംഘടിത മാഫിയകൾ നടത്തുന്ന തട്ടിക്കൊണ്ടുപോകലുകളാണെന്നാണ് ആദ്യത്തെ ഒരു കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തേത് പ്രണയബന്ധങ്ങളും വീട് വിട്ടിറങ്ങലും. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളിൽ വീട് വിട്ട് ഇറങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. മൂന്നാമതായി പറയുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ. പഠനഭാരമോ കുടുംബ പ്രശ്നങ്ങളോ കാരണം നാടുവിടുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പിന്നെ വരുന്നതാണ് ലഹരി മാഫിയ. ലഹരി സംഘങ്ങളുടെ വലയിൽ അകപ്പെടുന്നതും തിരോധാനങ്ങൾക്ക് കാരണമാകുന്നു. കാണാതാകുന്ന കേസുകളിൽ ആദ്യത്തെ 24 മണിക്കൂർ ഗോൾഡൻ അവർ നമ്മൾ പറയും, അത് വളരെ നിർണായകമാണ്. പോലീസ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനോടൊപ്പം രക്ഷിതാക്കളും പൊതുസമൂഹവും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശ്രീനന്ദയുടെ മരണം പോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലും കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കാണാതാകുന്ന ഓരോ വ്യക്തിക്കും പിന്നിൽ തകർന്നു പോകുന്ന ഒരു കുടുംബമുണ്ടെന്ന തിരിച്ചറിവോടെ ഭരണകൂടവും പൊതുസമൂഹവും ഒരുമിച്ച് കൈകോർക്കുന്നത് സുരക്ഷിതമായ ഒരു നാളെ ഉറപ്പാക്കാൻ സഹായിക്കും.